ഇന്നപ്പോൾ ദേ ഞങ്ങളൊന്ന് എറണാകുളത്ത് പോകുന്നപ്പോൾ ഞാനും കിച്ചു ആദ്യം ഇറങ്ങി. എൻ്റെ വണ്ടി ചെറുതായിട്ട് പണി വന്നു ഗൈസ്, ബ്രേക്ക് കുറവായിരുന്നു. അപ്പോൾ ദേ അമ്മയും അച്ഛനെ കൂടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അല്ല, അച്ഛൻ റെഡി ആയില്ല, അമ്മ റെഡി ആയി നിൽപ്പുണ്ട്. അച്ഛനെ വെയിറ്റ് ചെയ്തിരിക്കണേ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളൊന്ന് ബ്രേക്കൊക്കെ റെഡി ആക്കിയിട്ട് അവിടെ നിൽക്കാം, പെട്രോളൊക്കെ അടിച്ചിട്ട്. അപ്പോൾ നിങ്ങൾ പയ്യെ പുറകെ പോരുമെന്നും പറഞ്ഞ് ഞാനും കിച്ചും കൂടി ദേ വയ്യെ പോണേന്ന്. ഞങ്ങളവിടെ എത്തി, വണ്ടി റേക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് അച്ഛൻ അമ്മയൊക്കെ എത്തി. അപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നത് എറണാകുളത്തപ്പം ഗ്രൗണ്ടിലാണ്. അവിടെ ഒരു വണ്ടർ വാട്ടർ എക്സ്പോയ്ക്ക് നടപ്പുണ്ട്, അത് കാണാൻ വേണ്ടി പോകണം. അപ്പം അച്ഛൻ ടിക്കറ്റ് എടുത്തുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഒരാൾക്ക് 150 ആണ് ടിക്കറ്റ് പ്രൈസ് വന്നത്. അപ്പോൾ ഈ അച്ഛൻ 4 ടിക്കറ്റൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഞങ്ങൾ കയറാൻ പോകുന്നതാണ് അകത്തേക്ക്. പോണ വഴി നല്ല ഭംഗിയുള്ളൊരു കളർഫുൾ വോളൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. കുറേ പേര് അവിടേക്ക് നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായി. പിന്നെ അകത്തേക്ക് ചെല്ലുമ്പോൾ ഈ ഒരു ഗാർഡൻ വൈബാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. പിള്ളേർക്കൊക്കെ കൂടുതൽ അട്രാക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് കുറേ ഫ്ലവേഴ്സും ഇൻസെക്ട്സും അങ്ങനെ കുറേ തുമ്പി പ്രാണി അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിങ്ങനെ മോഷൻ പോലെ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ കുറേ വണ്ടും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് നേരെ ഇറങ്ങുന്നതൊരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അതായത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും കാര്യം എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മളത് ആദ്യം അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണുന്നത് DJ അമ്യൂസ്മെൻ്റ് ഈ വാട്ടർഫോളാണ്. ഒന്നും പറയാനില്ല ഗൈസ്. നമ്മളിപ്പോൾ എന്താ പറയുക, ശരിക്കും ഒരു വാട്ടർഫോളിൻ്റെ അടിയിലൊക്കെ ചെന്ന് നിൽക്കില്ലേ, അതേ ഫീലായിരുന്നു. നല്ല ഫോഴ്സിലാണ് അവിടെ നിന്ന് വെള്ളം വന്നത്, നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. നമുക്കത് ഈ ഒരു ഏരിയയിൽ അങ്ങറ്റത്ത് പോയി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മേത്തൊക്കെ ഇങ്ങനെ വെള്ളം തെറിക്കും. ശരിക്കും നമ്മളൊരു വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ എങ്ങനെയാണോ നിൽക്കണം അതേ ഫീൽ തന്നെയായിരുന്നു. നല്ല തണുത്ത വെള്ളം, നല്ല തണുപ്പും കാറ്റും ഒക്കെ ആയിരുന്നു. ഞങ്ങൾ ചെന്നതൊരു 6 മണിയൊക്കെ ആയി, ആ ഒരു ടൈമാണ്. അതാണ് ഈ ഒരു ലൈറ്റ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിന്ന് നമുക്ക് 2 ടൈമിലേയും കാണാൻ പറ്റും. രാത്രി അവിടെ DJ ഒക്കെ ഉണ്ട്, അതും കാണാൻ പറ്റും. ഈ ഒരു ടൈമിലെ വൈബും നമുക്ക് കാണാൻ പറ്റും. ഞാൻ എൻ്റെ അടിയിൽ പോയി നിന്ന് എൻ്റെ കോളായി കാണുന്നത് ഫുള്ള് വെള്ളമായി, തലയിലൊക്കെ വെള്ളം വീണ് ഇങ്ങനെ ഒട്ടിയിരിക്കണം എൻ്റെ മുടി. അത്ര നല്ല ഫോഴ്സിൽ നല്ല കാറ്റും നല്ല തണുപ്പൊക്കെ ഉള്ള ഒരു ഏരിയ കണ്ടത്. അവരുടെയൊക്കെ തലയിൽ വെള്ളം വീണുണ്ടോ. അത് കണ്ടത് ഈ അടുത്ത് ഇപ്പുറത്തേക്ക് വരുമ്പോഴാണ് ഇത് നയാഗ്ര ഇൻസ്പയർഡ് ആയിട്ട് വെച്ചേക്കണം. അത് ഇവിടെ ഒരു രക്ഷയില്ല ഗൈസ്. ഇവിടെ പെബിൾസാണ് അവിടെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ അറ്റം വരെ വെള്ളം വന്നിട്ട് താഴേക്ക് അതിങ്ങനെ പോകും. കേട്ടോ, കുറേ ഹോൾസ് ഉണ്ട്, അതുവഴി നേരെ താഴേക്കോ ഇങ്ങോട്ടും ഒഴുകി വരില്ല. ഇവിടെയാണ് പിള്ളേർക്കൊക്കെ നമുക്ക് കളിക്കാനൊക്കെ പറ്റുന്നത്. അപ്പോൾ ഡ്രസ്സൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഏരിയയൊക്കെ ഉണ്ട്. അപ്പോൾ പിള്ളേർക്കൊക്കെ ഡ്രസ്സൊക്കെ എടുക്കണമായിരിക്കും നല്ലത്. കാരണം എനിക്ക് വെള്ളം കണ്ട പിള്ളേർ ഇറങ്ങാണ്ടിരിക്കില്ല, അത്രയ്ക്ക് വെള്ളമുണ്ട് ഗൈസ്. അധികം നേരം നോക്കിക്കാനുള്ള ക്ഷമയുണ്ടായില്ല. അങ്ങനത്തെ ചെരുപ്പൊക്കെ അവിടെ ഊരിയിട്ടിട്ട് ഞങ്ങൾ പറയുന്നത് അമ്മേനെയും കിച്ചനും അച്ഛനൊക്കെ പിടിച്ചിരുത്തി. നല്ല തണുത്ത വെള്ളമായിരുന്നു. ഈ ചൂടത്ത് അതിൻ്റെ അടിയിൽ നിന്ന് മാറാനേ തോന്നണില്ല, നല്ല തണുത്ത വെള്ളമായിരുന്നു. പിന്നെ ഡ്രസ്സൊന്നും എടുക്കാൻ ഞങ്ങൾക്കൊന്നും എനിക്ക് ഇരിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. നല്ല തണുപ്പും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പിള്ളേരല്ലേ കൂടുതലിരിക്കണേന്ന് കരുതി ഞാൻ സ്വയം അടക്കി അവിടെ ഇങ്ങനെ കുറച്ച് നേരം നിന്നു. കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ ഇരുന്നു.
ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഡ്രസ് ചേഞ്ചിങ് ഏരിയ. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ഏരിയ എന്ന് പറയുന്നത് സ്റ്റോൾ പോലെയാണ്. കുറേ കടകളും ആദ്യം തന്നെ കുറേ ബെഡും സോഫ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, അതൊക്കെയുള്ള സ്റ്റോളായിരുന്നു. പിന്നെ അങ്ങോട്ട് അച്ചാറ്, ബുക്ക്, കമ്മൽ, പിന്നെന്താ അങ്ങനെ കുറേ സാധനങ്ങളുള്ള സ്റ്റോൾസ് ഉണ്ട്. ഡ്രസ്സ്, ചെരുപ്പ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അലുവയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ കടയിൽ കയറി ഞങ്ങൾ 2 ചെരുപ്പൊക്കെ മേടിച്ച് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഒരു ഷൂ മോഡൽ ചെരുപ്പായിരുന്നു. പിന്നെ ഒരു ഫോൺ കേസ് കട കണ്ടപ്പോൾ അച്ഛനും കയറി അവിടെ നിന്ന് ഒരു കേസൊക്കെ മേടിച്ചു. പിന്നെ കുറേ കടകളൊക്കെ ഉണ്ടായിരുന്നു. പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസ്, ഫ്രെയിം കട, പിന്നെ നട്ട്സൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ലൈവായിട്ട് അതിങ്ങനെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു. അവരെന്തോ കൊല്ലംകാരായിരുന്നു നിങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത്. പിന്നെ ഈ സംഭവം ഉണ്ടായിരുന്നു ഗൈസ്, എൻ്റെ പേരൊന്നും എനിക്കറിയില്ല. പക്ഷേ ആ പെണ്ണ് ശരിക്കും പേടിച്ച് അവിടെ കിടന്ന് ഭയങ്കര കാറിലും ബഹളമായിരുന്നു. എല്ലാവരും കൂടി ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ആ സ്ക്രീനിൽ കാണുന്ന സംഭവമാണ് കാണുന്നതെന്നാണ് അയാൾ പറഞ്ഞത്. പിന്നെ നേരെ ഫുഡ് കോർട്ടായിരുന്നു. അവിടെ കുറേ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനവിടെ നമുക്കൊരു ടിക്കറ്റ് പോലത്തെ ഇതൊക്കെ ഉണ്ട്, അതെടുക്കണം. ഞങ്ങളൊരു പാനിപൂരി, പാവ് ബജി അതൊക്കെയാണ് മേടിച്ചത്. ബാക്കി കുറേ സാധനങ്ങളൊക്കെ വേറെ ട്രൈ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. ഐസ്ക്രീമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു ചേച്ചി ടിക്കറ്റ് പോലത്തെ ഒരു സാധനം ഇട്ടിട്ടുണ്ട്. അവിടെ നമ്മൾ പൈസ കൊടുത്ത ടിക്കറ്റ് മേടിച്ചിട്ട് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ച് കഴിക്കാം. ഞങ്ങളതൊക്കെയാണ് മേടിച്ച് കഴിച്ചത്. പിന്നെ ഞാൻ ഒരു മാംഗോ ഐസ്ക്രീം മേടിച്ച്, കിച്ചു ടെൻഡർ കോക്കനറ്റും, അമ്മ വാനില മേടിച്ചു. അമ്മ സ്ഥിരം വാനിലയുടെ ആളാണ്, അതുകൊണ്ട് വാനില മേടിച്ച്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ പിന്നെ പ്ലേ ഏരിയയാണ്. ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു, പിള്ളേർക്ക് പറ്റിയത്. ജെയിൻവെയിലും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്കതൊക്കെ പേടിയായതുകൊണ്ട് നമ്മൾ ആ ഏരിയ ചുമ്മായിരുന്നു. പിന്നെ ഇങ്ങനത്തെ കുറേ ഗെയിമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാണല്ലോ എല്ലായിടത്തും, അമ്പലപ്പറമ്പിലും പള്ളിപ്പറമ്പിലും എല്ലായിടത്തും ഇത് തന്നെയാണല്ലോ. പിന്നെ അതിൻ്റെ അകത്ത് ഗോസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു ഗൈസ്. സ്കെച്ച് കയറണമെന്ന് പറഞ്ഞ് കുറേ വാശി പിടിച്ച്. ഞങ്ങൾക്ക് 3 പേർക്കും പോയിട്ട് ഞങ്ങളില്ല എന്ന് പറഞ്ഞ്. അതിൻ്റെ അകത്ത് കയറിയവരുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് പറയണേ. കിച്ചത് അതിൻ്റെ അകത്ത് കയറ്റാൻ വേണ്ടി അച്ഛനെ സോപ്പിട്ടുണ്ടിരിക്കണേ. പിന്നെ ഞങ്ങൾ ആ സാധനമൊക്കെ മേടിച്ച് കഴിച്ച്. എൻ്റെ പേര് ഞാൻ എപ്പോഴും മറന്നു. പിന്നെ പഞ്ഞിമിഠായി ഉണ്ടായിരുന്നു. അപ്പോൾ കിച്ചനത് വേണമെന്ന് വാശി. അങ്ങനെ അച്ഛൻ വേണ്ടാന്ന് പറയുന്നു, അവൾ വേണമെന്ന് പറയുന്നു. അങ്ങനെ അവസാനം അതൊന്നും മേടിച്ച്. അത് നല്ല ഭംഗിയുണ്ടായിരുന്നു ഗൈസ്. ഇങ്ങനെ ഒരു കറക്കി എടുക്കാൻ കളർഫുള്ളുള്ളതായിരുന്നെങ്കിൽ പിന്നെയും നല്ല ഭംഗിയായിരുന്നു. ഇതിപ്പോൾ വൈറ്റ് ആയതുകൊണ്ട് ഇങ്ങനെ എന്തോ പോലെ ഇരുന്ന് വെച്ച്. അത് കിട്ടിയതിൻ്റെ സന്തോഷമാണ് കിച്ചൻ്റെ മുഖത്ത് കാണുന്നത്. പിന്നെ ഞങ്ങൾ 2 പേരും കൂടി അതിരുന്ന് കഴിച്ച്. ഞാൻ കഴിച്ചൊന്നുമില്ല, ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കി എന്താണ് ഇത്ര പ്രത്യേകത എന്നറിയാൻ വേണ്ടി. പക്ഷെ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല, വെറുതെ പഞ്ചസാര പോലെ ഇരുന്ന് വെച്ച്. പിന്നെ ഞാൻ ആ 2 വായിച്ചിട്ട് ഞാനിങ്ങോട്ട് പോകുന്നു. പിന്നെ രാത്രിയായപ്പോൾ എൻ്റെ പൊന്നോ DJ ലൈറ്റ്സ് ഓണായി. എന്ത് ഭംഗിയാണ് കാണാനായിട്ട്, ഒരു രക്ഷയില്ല. നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്.
അപ്പോൾ പോകുന്നവരാണെങ്കിൽ ഈ ഒരു 6 മണി ടൈം നോക്കി പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 ടൈമിലുള്ള ഇതും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞങ്ങളെപ്പോലെ നിങ്ങളും ഈ ടൈമിൽ തന്നെ ഇറങ്ങുക. അപ്പോൾ ഞാൻ കുറച്ച് നേരം അതൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. അച്ഛനമ്മേനെ കാല് കഴിച്ചിട്ട് അവരതേ അവിടെ ഒരു സൈഡായി. അങ്ങനെ ഞങ്ങൾ പിന്നെ അത് അടുത്ത അപ്പുറത്ത് ആ സൈഡിലേയും കൂടി പോയി കാണാമെന്ന് പറഞ്ഞ് അവിടെയൊക്കെ പോയി കണ്ട് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ നടന്നു. ഇത് ഈ സാധനമാണ് ഗൈസ് ഞങ്ങൾ നേരത്തെ കഴിച്ചത്. അങ്ങനെ അതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടന്ന് ഇറങ്ങി. ഇതിലെയാണ് നമ്മുടെ എക്സിറ്റ്. നമുക്ക് എൻട്രി ചെയ്ത വഴി കൂടെ നമുക്ക് എക്സിറ്റ് ഇല്ല, ഇതിലേ വേണം നമ്മൾ ഇറങ്ങാനായിട്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാം കഴിഞ്ഞ് ഇറങ്ങി. ഇറങ്ങുന്ന സൈഡിൽ ഇവരൊക്കെ കുറേ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കാനായിട്ട് ഇപ്പോണ്ട്. കുറേ കമ്മലും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഈ വഴിയിൽ തന്നെ, നമ്മൾ നടക്കുന്ന വഴിയിൽ തന്നെ കുറേ അങ്ങനത്തെ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ പയ്യെ വീട്ടിലോട്ട് പോകണേണ്. അപ്പോൾ പോകാത്തവർ വേഗം പോയി കാണുക, മിസ്സാക്കണ്ട. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.